വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ FC മൊബൈലുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 94 OVR ഉണ്ട്. ഇതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. ഇതാണ് കട്ട ടീമാണെന്ന് ഞാൻ പറയില്ല. കാക്കാന്ന് പറഞ്ഞ ഈ പ്ലെയർ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അത് FC മൊബൈൽ തരുന്നതാണ്. അപ്പാണെങ്കിൽ നമ്മൾ OVR പുഷ് ചെയ്യാനാണ് പരമാവധി നോക്കാൻ പോകുന്നത്. കയറ്റാൻ പറ്റുന്നു. പിന്നെ വിൻ്റർ വണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടാവും. അപ്പം ഞാൻ ഇതിനെ കുറിച്ച് കളിച്ചിട്ടുണ്ടായി. ഇവിടെ ഇത് കുറേ ഉണ്ടാവും. അതൊക്കെ കളിച്ച് ഇവിടെ ഈ ഒരു പാക്കിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഫുൾ കളിക്കണം. അപ്പോൾ ഈ പാക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. 1 കിട്ടിയാൽ ഈ 1 ഓർക്കാം, 2 കിട്ടിയാൽ 2 ഓർക്കാം, 3 കിട്ടിയാൽ 3 ഓർക്കാം, 4 കിട്ടിയാൽ 4 ഓർക്കാം, അങ്ങനെ 5 കിട്ടിയാൽ 5 ഓർക്കാം. അങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് മാച്ച് നല്ല പണി കിട്ടുന്ന മാച്ചാണ്. വെച്ചാൽ അവർക്ക് 90 OVR, എനിക്ക് 94 OVR. 10 മിനിറ്റ് ആയിട്ടുള്ള അവർക്ക് 3 നമുക്ക് 1 എന്ന സ്കോറിലാണ് നിൽക്കുന്നത്. വീണ്ടും ഉണ്ട് കേട്ടോ എൻ്റെ അകത്ത്. ഇങ്ങനെ പോയിന്റ് കിട്ടുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ആ മാച്ച് എടുത്തിട്ടുണ്ട്. ഭയങ്കര ടാസ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ഓക്കെ, മാച്ച് സ്റ്റാർട്ടഡാണ്. ഓക്കെ, ഗോളി കിക്കുന്നാണ്. പാസ് ചെയ്ത് കളിക്കാം. ചിലപ്പോൾ അവന്മാർക്ക് കിട്ടിയാൽ പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ബോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ഇതൊരു ഗോളാക്കി പറ്റും. പാസ് ചെയ്യാൻ പോകണ്ടായിരുന്നില്ലേ? ഓ, പിന്നെ ക്രോസ് ചെയ്യും. എന്നടാ ഡിഫൻഡിങ് ഇങ്ങനെ. അങ്ങനെയാണ് നമുക്ക് പണിയാണ്. പക്ഷെ അവർ വെച്ച് തരത്തുള്ളൂ. അതിന് 100% ഉറപ്പാണ്. ഓക്കെ, ടാക്കിൾ ചെയ്യുമ്പോൾ ലേറ്റായി പോകും. എടാ അമ്മ തീറ് കളിയാണ്. അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, ബെല്ലിംഗല്ലേ? ഓക്കെ, എംബാപ്പെ ഇത് ഗോൾ അടിക്കണം. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിൽ അടിക്കുക. അയ്യ, നീ എവിടെ പോയതാ കാക്ക? നല്ല ചാൻസ് ആയിരുന്നു. അവൻ അവിടെ ഓടി തള്ളിയിട്ടു. എംബാപ്പെ തിരിച്ചു പിടിച്ചു. അത് എംബാപ്പയ്ക്ക് പാസ് ചെയ്യേണ്ട ഒറ്റ ആവശ്യം പോലും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞു. ഞാനത് വരച്ചു നോക്കിയതാണ്. ചിലപ്പോൾ ഞാൻ ഒരു തവണ അങ്ങനെ അടിച്ചപ്പോൾ കയറി ഗോളായിട്ടുണ്ടായിരുന്നു. ഈ തവണ ട്രൈ ചെയ്തപ്പോൾ ആയില്ല. ഭയങ്കര പണിയാണ്. വാട്ട് ഫൗള്! അവന്മാർക്ക് ഫ്രീ കിക്ക്. നമുക്ക് ഇങ്ങനെ കവർ ചെയ്യണം. ജസ്റ്റ് യൂസ് കൗണ്ടർ അടി. നല്ല കൗണ്ടറാണ്. കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമങ്ങൾ തോറ്റുകൊണ്ട് നമ്മൾ 37 മിനിറ്റായി മോനെ നോക്കിയ കളി, അല്ലെങ്കിൽ തോറ്റു. സെക്കൻഡ് ഹാഫ് ഗോളൊന്നും അടിച്ചില്ല. എടാ, എന്താണ് ഫുള്ള് ഫൗള് വിളിക്കണേ? വീണ്ടും അവന്മാർക്ക് മാത്രമേ ഫൗള് കിട്ടുള്ളൂ. നമ്മൾ പിന്നെ എന്തോക്കിയിരിക്കുക. ശരി, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഒരു ചവൻ കളിയാണ്. ഓക്കെ, അടുത്ത വീഡിയോ പെസിൻ്റെ ആയിരിക്കും. നീ ആർക്കും കൊടുത്തേ? എംബാപ്പേനെ മാറ്റി ജെർസ്മാനെ എടുക്കാം. ഗ്രീസ്മാനെ എടുക്കാം. ഓക്കെ, ബെല്ലിംഗം ഹാഫ് ടൈം. ഇത് ആ സ്കോർ തന്നെ നിന്നാ പോയി. ഓക്കെ, സ്റ്റേഡിയം സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല.
ശരി, ഇത് ഭയങ്കര പണിയാണ് ഈ സേഫ് സേവിൽ തരത്തുള്ളൂ. പക്ഷെ ലാസ്റ്റ് സ്റ്റേജാണിത്. ഓർബൻ ഏബനെ പോലെ ഉണ്ട്. ഓ കൗണ്ടർ അടക്കില്ല. പിന്നെ ഓർബനെ എന്തായാലും ട്രബിൾ ചെയ്തിരിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സെറ്റ്. അയ്യോ കക്ക എന്താടാ നേരത്തെ കിട്ടിയ ചാൻസ് സെറ്റ്. അവനത് കടിച്ചു കളഞ്ഞത്. അല്ല അവൻ എടുത്തില്ല, അപ്പോൾ ടച്ച് ചെയ്തില്ല. ഓ യെസ് ഗൈസ്. അതങ്ങനെ പോകുന്നു ഞാൻ വിചാരിച്ചു ഗോള് കയറിയത്. ബാബേ അവിടെ മിസ്പാസ് എടുത്തു. സ്കില്ലിട്ടപ്പോഴത്തേക്കും പോയി. പക്ഷെ അറിയില്ല, അടുത്താണ് പിടിക്കുന്ന ഞാൻ പറയില്ല. ചിലപ്പോൾ അടുത്ത കളിയിലും പൊട്ടിയെന്ന് വരും. എനിക്കിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ കുറേ ഡിഫൻഡേഴ്സ് വരും. അതാണ് ഭയങ്കര പണി കിട്ടുന്നത്. വലിയ കക്ക ടെമ്പിൾ ക്രോസ് ബാർ. ഇനി അടുത്ത ഷൂട്ട് താഴെ വരുമായിരിക്കും. ആദ്യം മണ്ടയിലൂടെ പോയി രണ്ടാമത് ക്രോസ് ബാർ അത്രയും താഴെ ആയിരിക്കണം. ഇനി രണ്ടാണ് താഴെ ആയി വന്നു മതിയായിരുന്നു. പിന്നെ സമനില എങ്കിലും വരൂടെ. താഴെക്കൂടെ പോയി. കറക്റ്റ് ഷൂട്ട് താഴെക്കൂടെ പോയി. കുഴപ്പമൊന്നുമില്ല, കറക്റ്റാ. കറക്റ്റ് അത് ഞാൻ പറഞ്ഞത് താഴെക്കൂടെ തന്നെ പോയി. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ താഴെക്കൂടെ തന്നെ പോയി. ലക്കില്ല, ബാഡ് ലക്കാണ്. കൗണ്ടർ അടിക്കുന്നു. പെനാൽറ്റി ബോക്സ് എന്നുള്ള വിചാരമില്ല. ഗൈസ് നോ വേ. അതിനകത്ത് ഫൗളില്ലേ? നമ്മൾ കാണിക്കുന്നത് മാത്രമാണ് ഫൗള്. നോ വേ. ഓക്കെ താരം സിമിയോ. ഞാൻ വെച്ച് പോയിരുന്നത്. എന്താണോ നീ കാണിക്കണേ? എത്ര 89? കളി പൊട്ടി കാശേ, കളി പൊട്ടിയേ. ഇനിയിപ്പോൾ അവന്മാരൊരു കൊള്ളം കൂടെ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ, അടിച്ചു വരികയുണ്ട്. സേഫ് എന്തു ഞാൻ അടിച്ചെന്നു. തോറ്റ് ഗായ്സ്. ഇപ്പം എന്ത് കിട്ടുന്നതല്ല, ഞാൻ പറഞ്ഞില്ലേ. ഒരു തവണയും കൂടെ കളിച്ച് നോക്കണം. കളിച്ച് നോക്കിയേക്കാല്ലേ. എന്തായാലും ഫെയിലായി. ചിലപ്പോൾ ഒന്നുകൂടെ കളിച്ച് നോക്കാം. ട്രൈ ചെയ്യാം. ഇതിന് ഒന്നുകൂടെ കളിക്കാൻ പറ്റില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഇത് കളിച്ചാൽ ഇത് കളിക്കാൻ പറ്റുള്ളൂ, ഇത് കളിച്ചാലും ഇത് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്തെടുക്കാം. മെയിനിൽ പോവാം. മെയിനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയാൽ ഇഷ്ടംമാതിരി കളിക്കാനുണ്ടാവും. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഫില്ലാക്കണ്ട ഗൈസ്. ഇത് ഫില്ലാക്കിയാൽ ഇത് സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് കളിച്ചിട്ടുള്ള കാര്യം ഇല്ലല്ലോ. ഇത് കളിച്ചാലോ? വിന്റർ വൺ ഡേ സ്റ്റോക്കൺ ഫ്രണ്ട്ലി ലെഫ്റ്റ് ടു ക്ലെയിം റിവാർഡ്സ്. അപ്പുറത്താക്കാവോ? അങ്ങനെ ഇത് അത് വേണ്ട. ഇത് രണ്ടും കളിച്ചാൽ മതിയില്ലേ? അപ്പോൾ ഇത് കളിക്കാം. PSG അല്ലേ, ഒന്ന് കളിച്ച് നോക്കാം. അത് കിട്ടിയാൽ അത് വെള്ളോട്ട് പോകുമ്പോൾ റിവാർഡ്സ് കിട്ടും. ആ റിവാർഡിൽ എന്താണെന്ന് അറിയില്ല. അത് നല്ല റിവാർഡാണെങ്കിൽ, പ്ലെയർ ആണെങ്കിൽ നമുക്കപ്പോൾ വേറെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. PSG ആയിട്ടാണ് ഹാഫ് ടൈമിനാണ് കളി തുടങ്ങുന്നത്.
പണ്ടത്തെ PC തന്നെ പണ്ടേ പൊട്ടിയാണ് ഗൈസ്. PSG ഈ പ്ലെയറാണ് ഈ ഡിയോ കൂട്ടി തുടങ്ങുന്ന ഒരു പുള്ളിക്കാരനുണ്ടല്ലോ നമ്മുടെ ടീമിൽ. ഇത് ഓടിക്കണേ. ഓടിച്ചു ഗൈസ്. കഴിഞ്ഞ കളി കിട്ടി, ഈ കളി ജയിച്ചു. ഒരു കളി കൂടെ കളിച്ചാൽ അത് 50-50 ആവും. അങ്ങനെ അപ്പോൾ അത് ഫുള്ളാവും. ഗൈസ് അങ്ങനെ 1-0 ആക്കിയിട്ടുണ്ട്. ഈ പുള്ളി നമ്മുടെ ടീമിലുണ്ട്. മിസ് പാസ് ഭയങ്കര മിസ് പാസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഒറിജിനൽ മാച്ച് പോലെ ആവുള്ളൂ. ഇടയ്ക്കെല്ലാം മിസ് പാസ്സൊക്കെ വേണം. റിയൽ മാച്ചാകും. നമ്മൾ ഒറിജിനലായിട്ട് ഇതൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കണം. ഏതല്ലേ വൈ അത് സെറ്റ്. ശരി. മിസ് പാസ് മിസ് പാസ്സാക്കി. ഏതാലേ അങ്ങനെ കൂടെ പേര് സെറ്റ്. അവരുടെ ഡിഫൻഡർ മിസ് പാസ് വന്നേടാ, അത് സീൻ. അയ്യോ, അപ്പോൾ ഡിഫൻഡറിൻ്റെ ഒരു ഇതെന്ന് ഓർത്തേക്ക് അസിസ്റ്റൊക്കെ കൊടുത്തു. എന്തുവരെ എംബാപ്പേ ഓടി. നമ്മളിപ്പോൾ എംബാപ്പേനെ കൊണ്ട് ഓടിക്കും. ഓടിച്ചില്ലല്ലോ. ഓടിക്കാൻ എംബാപ്പയ്ക്ക് കൊടുത്തേ. എംബാപ്പേ ഗോളടിച്ച് എംബാപ്പയും കൂടെ 3 എംബാപ്പയുടെ നമ്പർ 2 ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ലെ വീഡിയോക്ക് ഭയങ്കര ലെങ്തായി പോകും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 50 ഇത് കിട്ടും. 100ൻ്റെ അടുത്ത് കളിക്കായിരുന്നു, പക്ഷെ ഞാൻ കളിച്ചില്ല. അത് തോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എന്നുവെച്ചാൽ അത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. 100 OVRൻ്റെ മാഞ്ചസ്റ്റർ സിറ്റി. അപ്പോൾ ആ പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ ഓർത്ത് നോക്കി. സെറ്റ് പ്ലേയേഴ്സ് ആയിരിക്കും, 100% ഉറപ്പാണ്. അതാ ഞാൻ പിന്നെ ഇത് 2 കളി കളിച്ചാലും കുഴപ്പമില്ല. ഹാഫ് ടൈമിന് കളിയും തുടങ്ങണേ. അപ്പം പിന്നെ 2 കളി കളിച്ചാൽ 1 കളി കളിക്കേണ്ടത് ഇത് വരത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. അത് എത്ര അവർക്കാണ് ടോപ്പ് നിൽക്കുന്നത്. അത് പിന്നെ ഞാൻ നേരത്തെ കളിച്ച പോലെ തന്നെ ആവുമായിരിക്കും. ഓക്കെ, എംബാപ്പേനെ മറ്റു വൾഹോവിക്കിനെ അക്കൗണ്ട് ചെയ്തിട്ടാണ്. ആ ഹെഡ് അടിച്ച് അവിടെ സ്ഥലത്തൊന്നും എന്താ വിചാരം. പണ്ടൊക്കെ ഇത് മാത്രം ഇരുന്ന് കളിച്ച്, ഇപ്പോൾ പ്ലസ് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് കൂടെ കളിക്കും എപ്പോഴും. പണ്ടെങ്കിൽ 100 OVRൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കളി ഫിനിഷായി 3-0. കേരള ബ്ലാസ്റ്റേഴ്സ് 3 PSG 0. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഇന്ന് ബാക്കി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. വാ ലാഗടിപ്പിക്കല്ലേ. ബാക്കി ഇപ്പോൾ 50 ആയിട്ടുണ്ട്. അത് ഫുള്ളാക്കുന്ന വീഡിയോ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.